சாமி தோப்பு தலைமை பதிசாலை. இங்கே சில சாமிகள் இருக்கிறார்கள், அவர்களை பார்ப்போம். சாமி வணக்கம். சாமி எந்த ஊரு? ஆற்றுகால் பக்கம். ஓ, ஆற்றுகால் பகவதி அம்மன் கோயில் பக்கமா? சரி சாமி, நம்ம ஐயாவுடைய பெருமைகள் சொல்லுவீங்களா? ஐயாவுடைய பெருமைகள் சொன்னா அந்த நிறைய விஷயங்கள் இல்லையா? நிறைய விஷயங்கள் இருக்கு இல்லையா? கொஞ்சம் காரியங்கள் சொல்ல. நான் இங்கே பரிசா மலையில் வந்ததாகும். ஓ, தவத்துக்கு வந்ததாகும். தவத்துக்கு வந்து எவ்வளோ வருஷம் ஆச்சு? 4 வருஷம் ஆச்சு. 4 வருஷம். 4 வருஷம் கழிச்சு. 4 வருஷம் கழிஞ்சாச்சு இல்லையா? சரி, அப்போ தவத்தினுடைய பெருமைகள் சொல்லுங்க சாமி எங்களுக்கு. தவத்தினுடைய பெருமைகள் இங்கே ஐயாவோட ஓரோ காரியங்கள் சொன்னா, நீ இங்கே நில்லு, உடச்சு நில்லு, எனக்கு அந்த காரியங்களை செய்து தருவான். ஓ, அப்படி. ഉറച്ചു നില്ല്. நிறைய காரியங்கள் ஐயா നേരിട്ട് കണ്ടിരിക്കുക. ഓ, അപ്പോൾ സാമി മലയാളമാ? മലയാളത്തിൽ പറഞ്ഞാലും മതി. நிறைய കാര്യങ്ങൾ എനിക്ക് ഉണ്ട്. സമയങ്ങൾ வெயிட் பண்ணணும். அப்போ தான் எல்லாம் ஐயா பொறுமையை செய்ய தருவான். ஆத்திரப்படக்கூடாது, பிடிச்ச பிடி விடாத എന്താ ஐயா ശിവശിവ എന്ന് ജപിച്ചിട്ട് ഇരിക്കണം. ஐயா ശിവശിവ എന്ന് ജപിച്ചിട്ട് ഇരി. അപ്പോൾ നിന്റെ കാര്യങ്ങൾ എല്ലാം ചെയ്യ തരും. கொஞ்சம் வெயிட் பண்ணணும். என்னதான் எல்லா காரியங்களும் செய்ய தருவான். சோதனைகளை தாங்கணும். சோதனையை தாங்கி இருந்தால் தான் காரியங்கள் எல்லாம் கைகூடும். இங்கே சிவன் ஐயாடு கூட உண்டு. പാർവതി അയ്യാട് കൂടെ ഉണ്ട്. എല്ലാം ചേർന്ന ഒരു അവതാരം. അവതാരം വിഷ്ണു എല്ലാം. അതെ. പിന്നെ അതിൽ തെക്കർ 5 പേരുണ്ട്. തെക്കർ കന്യമാരാ? ഇല്ല, അത് പാരമ്പര്യം കുടുംബം. തെക്കറാണ്. അത് തെക്കെന്ന് ചൊല്ലുക. അത് അവിടെ 5 പേരുണ്ട്. പിന്നെയുള്ള എല്ലാ കാര്യങ്ങളും രായും പകലും റൂമിൽ ഇരുന്ന് അഴിയിച്ചിരിക്കാം. റൂമിലിരുന്ന്. അപ്പോൾ അറിയാതെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് എല്ലാം നെഞ്ചിലടക്കി കൊണ്ടുപോയിട്ടിരിക്കുക. നെഞ്ചിലടക്കി അയ്യാട്ടെ സമർപ്പിക്കണം. പിന്നെ ജീവിതം 2 മക്കളെ വളർത്തുന്ന 2 അമ്മകള് മാർക്കറ്റില് മൂട്ടയടിച്ച് വളർത്തുന്ന മക്കളാകും. മൂട്ടയടിച്ച് മാർക്കറ്റില് അരിശി പഞ്ചാര മൂട്ടടിച്ച് വളർത്തുന്ന മക്കള് 18 വയസ്സിലെ വളർത്തുന്ന. പിന്നെ കഴിഞ്ഞിട്ട് അവര് 3 പേരും നിനക്ക് പഞ്ചാരി ഇന്ന് 2 പിള്ളേരും പറഞ്ഞ് നീ പൊയ്ക്കോ, ഞങ്ങൾ പടച്ചോളാം എന്നവര് ചൊല്ലി. അങ്ങനെ നൈറ്റ് 12 മണിക്ക് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അത് 36, 37, 38 വർഷം ആச்சு. 38 വർഷം ആச்சு വീട്ടിൽ ഇറങ്ങി. കൂടുതലല്ലോ. അപ്പൊ അതൊക്കെ വീട്ടിൽ പോകില്ല. ഇല്ല, അത് മറ്റു യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾക്ക് തൊട്ടടുത്ത് തൊട്ടടുത്ത് ബി എം വാളിയിൽ 19 വർഷം ഉണ്ടായിരുന്നു. 19 വർഷം കഴിഞ്ഞ് എന്റെ ചട്ടം ഇതാക്കി പോയി. വേല ചെയ്യാൻ മുടിയില്ല. അങ്ങനെ അതും പരിസം വരെ വന്നത്. പരിസം വരെ വന്നത് 3 മാസം ഞാൻ കയറുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് അയ്യാട്ട വന്ന് സങ്കടപ്പെട്ട് അയ്യ കയറിച്ചിരിക്കാം இவ்வளவு நாள். அப்ப அவருக்கு அருள் நல்லா இருக்கு. அப்போ நல்லா இருக்கா. ஐயா மட்டும் தான் உள்ளது, யாரும் ஆறுமே இருக்குது. யாருமே இல்ல. ഈ നിമിഷം ആരുമേ ഇല്ല. ஐயா மட்டும். ഒരു 50 രൂപ 20 രൂപ 30 രൂപ കിട്ടും. അത് റൂമിൽ കൊണ്ടുപോയി കഴിയ. പിന്നെ വാഴ ഈ 4 വർഷം കൊണ്ട് കാട്ടറക്കട പന്തിരിക്കുന്ന പയ്യൻ, இங்க திருந்துள்ள பையன் தான். பையனுக்கு 2000 ரூபாய் வாடகை தரும். வாடகை மாசம் അങ്ങനെ அப்படியே கொடுக்கும். ரூம் வாடகை. அப்போ இன்னைக்கு அண்ணனுக்குள்ள செலவுன்னு ஐயா இன்னும் தந்துட்டு இருக்காரு. ஒரு மாற்றம் இல்ல. ഒരു മാറ്റം വരാതെ ഇതുവരെ എനിക്ക് യാതൊരു കുറവും പറ്റിയിട്ടില്ല. ഇല്ല. இங்க அன்னதானம் கிடைக்கும். அண்ணன் இங்க ஒன்றும் சாப்பிடல. எல்லா ரூமில் சமையல் பண்ணி தான் சாப்பிடுவோம். சொந்தமா சமையல் பண்ணி இங்க வந்து 1 மாதம் சாப்பிட்டோம். அதுக்கு பிறகு ரூம் எடுத்து ரூமில் தான் சாப்பிடுவோம். இங்கே தங்கக்கூட வசதி இருக்கு இல்லையா? இல்ல தங்கக்கூடாதா? அது കഞ്ചാവ് വരിയുണ്ട്, ഹോട്ടലുണ്ട്. இங்கே അങ്ങനെ പൊമ്പിളുള്ള ബന്ധമുണ്ട്. அதுக்கு ഞാൻ ഇല്ല. அப்படிப்பட்ட ஆட்கள் இங்கே இருக்கும். இங்கே இங்கே தரம் எடுக்கக்கூடாது. அவரை கூட சேர்ந்து இருக்கணும். நிறைய பிரச்சனைகள் இருக்கு. 5000 കുടിച്ചിട്ട് കരഞ്ഞിട്ട് ഇരിക്കുക. ഇങ്ങനെ ഇന്ന് കരയണ സമയം ഉണ്ടെങ്കിൽ ഉറക്കം തൂക്കാൻ പറ്റുമോ? അപ്പൊ തൂങ്ങിയിട്ടിരിക്കാം. അത്
എല്ലാം പല പല രൂപങ്ങളും അതിലെ കാട്ടി തന്നിരിക്കുക. ഓ കാട്ടി തന്നിരിക്കില്ല. അതെ. അപ്പോൾ എനിക്ക് വന്നിട്ട് അമ്പലപ്പതി കാട്ടി തന്ന, മുട്ടപ്പതി കാട്ടി തന്ന, രണ്ട് സ്ഥലത്ത് നിങ്ങൾ കാശ് കിടക്കുമ്പോൾ പോവുക, അവിടെ സങ്കടം ചൊല്ലുക. നേരെ എനിക്ക് പോയ ഓളം ഇങ്ങനെ വരണം. എനിക്ക് കേരളത്തിൽ പോയാലും ഓളം ഇങ്ങനെ വരണം. അവിടെ വേറെ എങ്ങും പോകக்கூடாது. ശരി ശരി. അത് വെപ്രാളം ഇതാകും. ഓ ഒരുമാതിരി പറവരപ്പ്. ഇങ്ങ വന്നാൽ നല്ല സമാധാനമാണ്. സമാധാനം മറ്റുമല്ല, അന്തരത്തിലുള്ള കാശ് മറ്റുള്ള എല്ലാം ഇങ്ങനെ കിടക്കും. എല്ലാം കിടക്കും. ആയിട്ടൊന്നും പോവില്ല. എല്ലാം പണി തരാം. എല്ലാം പണി തരാം. പിന്നെ ഡ്രസ്സ് ഇഷ്ടം പോലെ കിടച്ചാൽ ഡ്രസ്സ് കിടക്കും. ഡ്രസ്സ് ആളുകൾ വാങ്ങി തരും. അതൊക്കൊന്നും ഒരു കുറവില്ല. ഒരു മനസ്സിൽ ഒരു നിമ്മതി ഇതുവരെ കിടക്കില്ല. 4 വർഷമായി. ഇല്ല. അയ്യ ഉണ്ട്, കൂടെ ഉണ്ട്, ശിവനുണ്ട്, അമ്മയുണ്ട്, എല്ലാം ഉണ്ട്. ഇല്ല ഉണ്ടെങ്കിലും മനസ്സിലൊരു ഉറപ്പ് കിടക്കില്ല. ആരുമേ ഇല്ല. അയ്യാ ചൊല്ലത് നീ ഭയപ്പെട വേണ്ട. ചൊല്ലാ മനസ്സിലാകുമാ? நம்ம மனசு நமக்கு தான் தெரியும். ஐயாக்கு தெரியும். മനുഷ്യർക്ക് ചെയ്യാം. അത് സ്വന്തമായിട്ടല്ല. ചൊല്ലിനകത്തും ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവർക്ക് എന്താ ചെയ്യും? ഒന്നും தெரியாது. கடவுளை எங்க இருக்குன்னு அவருக்கு தெரியாது. ஐயா உண்டான்னு தெரியாது. வடக்கவாசல் எங்க இருக்கு கேட்டா ஒன்றும் தெரியாது, அவருக்கு தெரியாது. ஐயா ஒன்றும் கேட்டா அது தெரியாது. சாப்பாடு உண்டு, காசு கிடைக்கும், படுக்கலாம். மറ്റുള്ള ഒന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. ശരി ശരി. എന്നെ പോലെ ഉള്ളനാകും ചീനി ഒരു മാറി ഉരിയിട്ടിരിക്കുക. എല്ലാം ചെയ്യണം അയ്യാ, എന്താ ചെയ്യണം? ആയിട്ട് ചൊല്ലുക. ஐயாட்ட சொல்ல வேண்டியதான். ஐயாட்ட சொல்லியாலும் நேரத்தை தந்தது. நீங்க நில்லு, உடச்சு நில்லு. உடச்சு நின்னாதான் சோதனைகளை தாங்கணும். எந்த சோதனை வந்தாலும் ஐயாட்ட சொல்லி தாங்கணும். தாங்கி நிக்கணும். தாங்கி நின்னா அவர் துணை இருப்பாரு. இல்லையா? அது ஜனங்களுக்கு சொன்னா മനസ്സിലാവാது. அவள் வந்த உடனே ஏதாவது கிடைக்கணும். இப்போ ഞാൻ അത് കേട്ടിട്ടാ പേടിച്ച് அந்த റൂമിൽ പോയിരിക്കാം. அப்படி இல்ல, 2 മണിക്കൂർ പേടിച്ച് വെച്ചാൽ ഇരിക്കാം. ഫൈലിന് അത് കിട്ടണത് വാങ്ങി 11 മണിക്ക് അങ്ങ് പോയി റൂമിൽ പോയിരിക്കാം. റൂമിൽ എത്ര നേരം ഇരിക്കുമോ தனிமையில கஷ்டமா இருக்கும். இங்க வந்தாச்சும் 4 ஆளை பார்க்கலாம். 4 ஆள் பேசுவாங்க இல்லையா? அல்ல, அதுக்குன்னு போவല്ലേ. ഇരിക്കാളുകൾ വരും. ഇരിക്കാളുകൾ വന്ന് பேசுவான். എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ചൊല്ലുവാ, മറുപടി ചൊല്ലുവാ. ഇല്ലെങ്കിൽ അയ്യ പോ എന്ന് ചൊല്ലിവിടും. ശരി. അപ്പൊ അതൊക്കെ ഉള്ള ആൾ അയ്യ വിടുവാ. ശരി ശരി. ഇപ്പൊ ഒരു 4 നാളാഴ്ച ബൈക്കിൽ ഒരാൾ വന്ന് ചൊല്ലാ, നീ ഇങ്ങനെ വിട്ട് പോവാറ്, നീ ഇവിടെ തന്നെ അങ്ങ് റോഡിൽ നിന്ന് വരുമ്പോ ഒരു 1:30 മണിയാവും. അങ്ങ് ശുശിന്റെ അങ്ങ് കോവിൽ പോയിട്ട് ഇങ്ങനെ വന്നതാകും. ഇങ്ങനെ ഞാൻ കോവിൽ പോണത് കൂടെ അങ്ങ് ശുശിന്റെ അങ്ങോട്ട് പോകും. അപ്പൊ ഒരു 2:30 മണിയാഴ്ച മത്തിയാണ്. അപ്പൊ സ്കൂൾ ബൈക്കിൽ വന്നിട്ട് നീ ഭയപ്പെടണ്ട, നീങ്ക നില്ല്, നീ എതൊക്കെ ഭയപ്പെടുതാ, ഞാൻ പോയിട്ട് വരാം. പോകണം. എനിക്ക് தெரியாது. என்ன பார்த்துக்க தெரியாது. சரி. அப்போ இப்போ பிள்ளைகளை மனைவியெல்லாம் பார்க்க ஆசை உண்டா? இல்ல, ஒரு ஆசையும் இல்ல. அப்படி ஒரு ஆசையும் இல்ல. அந்த அளவு கொடுமை அனுபவிச்சியா? இல்ல, அவரு என்ன அவரு தேடி தெரியா. எதுக்கு கூட்டிக் கொண்டு போகுது? அப்படியே உங்களை மேல ஆசை அவங்களுக்கு இருக்கு. என்ன தேடி தெரியா? உங்களுக்கு வெறுப்பு விட்டாச்சு. அன்னைக்கு இந்த மாதிரி வெளியிறக்கி விட்டதுனால இனி வேண்டாம், இனி ஐயா போதும். ஐயா உள்ள ஐயா இதுவரை ஒண்ணும் சொல்லல. இல்ல சரி. எனக்கு நீ இங்க நில்லு, நீங்க நில்லு, நீ உடனே பயப்படல, நீங்க உடனே நில்லு, எனக்கு ஞானம் உண்டு. அதுக்கு ஒரு லட்ச பலத்திலாங்க நான் இங்க நிற்காம். சரி சரி. அந்த காலத்துல என்ன படிச்சீங்க நீங்க? படிப்பொன்னும் இல்ல. படிப்பொன்னும் இல்ல. சின்ன வயசு ഞങ്ങൾ 9 പേരുണ്ടായിരുന്നു. 9 നൈറ്റും പകലും சாப்பாடு அந்த காலத்துல നൈറ്റ് മക്കളെ മാത്രം കൊടുത്താ. വയസ്സ് ഇപ്പോൾ 70 ആകുമാ? ഇല്ല, കൂടുതലായി 78. ഓ, அப்போ இப்ப இந்த பிரச்சனை ஆகும். நடக்க முடியல. ഒരുപാട് പൈസ എനിക്ക് ആச்சு, ഒരുപാട് കാശ് ആச்சு. കുറവാക്കി തരാന്ന് പറഞ്ഞിട്ട് കുറവാവില്ല. സമാനമാതാവും இல்லையா? இப்படி ஆகாது, கூடிட்டே இருக்கா. அந்த மூட்டை அடிச்சிருந்த அந்த சைக்கிள் மூட்டை அடிச்சு சாப்பாடு இல்லை, பக்கத்தில் பழகுனா. அப்போ அதுக்கு பிறகு இப்போ வெக்கம் குறைஞ்சப்போ நடக்க முடியல இல்லையா? அது இப்போ ஐயா உள்ள பேரில் லைட்டுக்கு பக்கத்து பக்கம் கொஞ்சம் நடக்கிறேன். இங்கே வேலைக்கு போகிறதுக்குள்ள இந்த ஒன்றும் செய்ய முடியாது இல்லையா? செய்ய முடியாது. அதனால ரொம்ப கஷ்டமா இருக்கு. ஐயாட்டு கேட்டு நாளைக்கு அடிச்சு கொள்ளாத എന്തെങ്കിലും വഴി അടിതായാന്ന് കേട്ടിരിക്കുക. சரி சரி. வேற ஆடி சொல்லு. இங்க வந்தா ஒரு நிம்மதி இருக்கு. நிம்மதி உண்டு. இங்க வந்து நிம்மதி இருக்கு. പക്ഷെ മനുഷ്യന് சொன்னா മനസ്സിലാവാது இல்லையா? சரி. அவருக்கு காசு கொடுக்கணும், அவரை கூட நடக்கணும். ஓ, அப்படி
இங்கே உள்ள ஆள்கள்கிட்ட சேரணும், ചേരണം. சேர்ந்து கிட்டதில் பாதி அவைகளை கொடுക്കണം. അത് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ അടിക്കുക. ஓ சண்டைக்கு வருவேன். ചണ്ടയ്ക്ക് വരുമോ? ஓ അപ്പൊ അതെല്ലാം തരണം ചെയ്താൽ നിൽക്കാം. ஓ அப்படி நிற்குது. എല്ലാം തരണം ചെയ്താൽ നിൽക്കാം. சரி നീ ഏതാ വിഷയം ഉണ്ടെങ്കിൽ അയ്യാട്ട് പോയി ചൊല്ലുങ്കോ. ഇങ്ങോട്ടൊന്നും വരാതെ ஓ அப்படி. ഞാൻ എങ്കിൽ இந்த ஊருകാരനല്ലേ, ஓ ഞാൻ മറു ஊருകാരനാകും. ஓ ഞാൻ கொஞ்சம் 2 മണിക്കൂർ ഇങ്ങനെ ഇരിക്കാം. അത് കഴിഞ്ഞ് റൂമിലേക്ക് പോവാം. ஆ അത് ചൊല്ലി വെച്ചേക്കാം. പിന്നെ എന്താ കാട്ടകള മുമ്പില്ല മായ ചെയ്ത് 2000 രൂപ വാടക തരുമോ? சரி சரி. അതൊക്കെ അതുകൊണ്ട് പേടിയില്ല. ഞാൻ റോട്ടിൽ തന്നെ കിടക്കും. അങ്ങനെ വീട്ടിൽ സാധനമില്ലെങ്കിൽ കൊണ്ടുവന്നേച്ചു. சரி വീട്ടിൽ സാധനം ഇല്ലെങ്കിൽ പറഞ്ഞില്ലേ, சரி சரி. രണ്ട് വേണം, 2 ജോഡി ഡ്രസ് വേണം. എങ്കിലും പോകലാം. சரி சரி. ഇതിപ്പോ വീട്ടിൽ പോകാൻ முடியல. അത് സാധനം എங்க ഉള്ളിൽ പോയത് இப்போ ஏடு வாசிக்கலாம் தெரியுமா உங்களுக்கு? ഇതില്ല. ഞാൻ പലയിടത്തും ചെയ്യാറ്. ஓ ஏடு வாசிக்க ஒன்று தெரியாது. ഇല്ല. சரி ஐயாவுடைய வசனம் ஒன்று சொல்லுவீங்களா? അയാളെ വചനം இதுதான், வேற ഒന്നും ചെയ്യാറ്. ஒன்னே ஒன்று தான். அது என்ன அந்த வசனத்தில் ஒன்று சொல்லுங்க. പിന്നെ വചനം എന്താ ഞാൻ ஐயா சிவசிவான்னு சொல்லுங்க. അയ്യാ ശിവ ശിവ, അയ്യാ ശിവ ശിവ അരകര. അതാണ് അയ്യാ ചൊല്ലിയിരിക്കുക. வேற ஒன்றும் இல்லை. இல்ல வேற ஐயா சிவ சிவ அரகரா, இது மட்டும் நீ சொன்னா போதும். வேற ஒன்றும் பார்க்கണ്ട. வேற ஒன்றும் நீ பார்க்க வேண்டாம். நான் பார்த்துலான்னு சொல்லியிருக்கு. அதை சொல்லியிருக்கா, நிற்க வச்சிருக்கா. சரி சரி. அது ஒரு കളറൊന്നും ഇല്ല. சரி. ഒരു ബന്ധമില്ല. അത് നീ എപ്പോഴും നീ എന്നെ നനച്ച് ചെയ്യുക. അതൊന്നും നീ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. சரி சரி. சரி சாமி. சாமி വിളക്കരിഞ്ഞിട്ടിരിക്കുക. சரி. റൂമിൽ വിളക്കരിഞ്ഞിട്ടിരിക്കുക. വിളക്കരിഞ്ഞ് മനസ്സിലാക്കുക. ദീപം ദീപകരിഞ്ഞിട്ടിരിക്കുക. അത് രാവിലെ വരെ അണയ്ക്കാതെ കറച്ച് കത്തിച്ചിരിക്കുക. சரி. രാവിലെ വരെ അണയാതെ കത്തിച്ചിട്ടിരിക്കുക. சரி சாமியை சந்திச்சது மிக்க மகிழ்ச்சி. ஐயா உண்டு. ഉണ്ട്. ஓகே.